ഹലോ, ഇത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഡിസംബർ 26 രാത്രി എടുത്തതാണ്. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഡിസംബർ 27 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടെ കുന്നിക്കോട് കോട്ടോട്ടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ കോട്ടോട്ടത്ത് പ്രൊവിഡൻറ്റ് ഹോമുണ്ട്. അവിടെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഫുഡായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെന്ന സമയത്ത് രാവിലെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂട്ടത്തിൽ. ഈ വർഷം നമുക്ക് അത് ഇരിക്കാൻ പറ്റിയില്ല, കാരണം അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ രാത്രിയിൽ അവർക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ രാവിലെ ആയിരുന്നു പോയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വഴി അറിയായിരുന്നു. ഇപ്രാവശ്യം ഈ വൈകിട്ട് ചേട്ടന് ജോലിക്ക് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകെക്കൂടി വഴി തെറ്റി ഒരുവിധമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ ആ സ്ഥലത്തെത്തി കേട്ടോ. ഇതാണ് കേട്ടോ ആ പ്രൊവിഡൻറ്റ് ഹോം. ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അതിന് അങ്ങോട്ട് അലൗഡ് ആവണമെന്നും എനിക്കറിയില്ല. ഞാനതുകൊണ്ട് അങ്ങോട്ടൊന്നും എടുത്തിട്ടില്ല. വിസിറ്റേഴ്സ് അലൗഡ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ ഈ ടൈമിൽ. അത് രാത്രി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവർ ക്രിസ്മസിന് ഒരുക്കിയേക്കുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് മാത്രം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ സിസ്റ്റർമാരെല്ലാം കാര്യമൊക്കെ പറഞ്ഞ് 1-2 പേരെയൊക്കെ കണ്ടു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. അല്ലാതെ കൂടുതലൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മനസ്സും സന്തോഷമായിട്ട് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോകണം. അപ്പം കുറച്ച് നാളത്തേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുന്നിക്കോട് വന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം പിന്നെ ചെറിയ രീതിയിലൊരു തട്ടിക്കൂട്ട് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം ഇങ്ങനെ വരിക്കിനിരുത്തിയിട്ട് നമ്മൾ സദ്യയൊക്കെ കൊടുക്കുകയാണ്. അപ്പം വളരെ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ വൈകിട്ടൊരു ചെറിയൊരു കേക്ക് മേടിച്ച് നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ആരും ഇല്ല, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ നിലവിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, അല്ലാതെ കൂടുതലായിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആദ്യത്തെ ബർത്ത്ഡേയിലും ഇത് തന്നെ ആയിരുന്നു കേട്ടോ. കൂടുതലായിട്ട് അങ്ങനെ ആരെയും നമ്മളവിടെ പ്രൊവിഡൻറ്റ് ഹോമിൽ കൊടുത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മൊബൈൽ ഫോട്ടോഗ്രാഫി കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങൾ 5 പേരോടായിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. ഒരാൾ കയ്യെ പറ്റി കേക്ക് വായിലോട്ടും വെക്കുന്നുണ്ട്, ഒരാൾ കത്തിയിൽ പറ്റി കേക്ക് വായിലോട്ടും വെക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷമായിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ കുഞ്ഞിന് ഞാനും ചേട്ടനും എല്ലാവരും വായിൽ വെച്ച് കൊടുക്കുന്നു കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നുണ്ട്. അപ്പം വളരെയധികം നല്ല രീതിയിലാണ് കേട്ടോ ഈ ഒരു ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞത്. മോന് 2 വയസ്സായി. വളരെയധികം മനസ്സും സന്തോഷം എല്ലാം നിറച്ചു. അപ്പോൾ ലാസ്റ്റിലത്തെ ഇതായിരുന്നു കേട്ടോ, 2 കൈ കൊണ്ട് വാരി തിന്നുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം. ടാറ്റാ.